എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ പ്രഭാത ധ്യാനത്തിനായി ഉൽപ്പത്തി പുസ്തകം 28 അധ്യായം 12 വാക്യം. ഉൽപ്പത്തി 28:12. അവൻ ഒരു സ്വപ്നം കണ്ടു. ഇതാ, ഭൂമിയിൽ വച്ചിരിക്കുന്ന ഒരു ഗോവണി, അതിൻ്റെ തല സ്വർഗത്തോളം എത്തിയിരുന്നു. ദൈവത്തിൻ്റെ ദൂതന്മാർ അതിന്മേൽ കൂടെ കയറുകയും ഇറങ്ങുകയും ആയിരുന്നു. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പുതിയ ദിനത്തിൻ്റെ പ്രഭാതം ദൈവം നമുക്ക് ദാനമായി നൽകിയിരിക്കുന്നു. തുറന്ന സ്വർഗമാണ് യാക്കോബ് കാണുന്ന സ്വപ്നം. ദൈവവചനത്തിൽ പലയിടത്തും തുറന്ന സ്വർഗത്തെപ്പറ്റി നമ്മൾ കാണുന്നുണ്ട്. വ്യത്യസ്തമായ സന്ദർഭങ്ങളിൽ തുറന്ന സ്വർഗത്തെപ്പറ്റിയുള്ള വിശകലനങ്ങളും സ്വപ്നങ്ങളും അനുമാനങ്ങളുമൊക്കെയുണ്ട്. അതിൽ ചിലത് നമുക്ക് പരിശോധിക്കാം. ഒരു പാപിക്ക് വേണ്ടി സ്വർഗം തുറക്കപ്പെടുന്നു. യാക്കോബിന് വേണ്ടി തുറന്ന സ്വർഗത്തെ നാം ഈ ഭാഗത്ത് കാണുന്നു. വലിയ സാമർഥ്യം കാണിച്ച് അർഹതയില്ലാത്ത അനുഗ്രഹം തട്ടിയെടുത്തുവെന്ന് സ്വയം അഭിമാനിച്ച യാക്കോബ് പ്രാണരക്ഷാർത്ഥം തൻ്റെ മാതൃ സഹോദരൻ്റെ അടുത്തേക്ക് ഓടിപ്പോവുകയാണ്. തൻ്റേതല്ലാത്ത ജ്യേഷ്ഠാവകാശം ഒരു പാത്രം പായസം വെച്ച് നീട്ടി വില പറഞ്ഞ് കൈക്കലാക്കി. കണ്ണു കാണാത്ത തൻ്റെ പിതാവ് ഏശാവിനെ അനുഗ്രഹിക്കാൻ ഒരുങ്ങിയപ്പോൾ കൗശലത്തിൽ ആ അനുഗ്രഹവും തട്ടിയെടുത്തു. ആ ജീവിതത്തിൻ്റെ ശൈലി മിക്കവാറും വെട്ടിപ്പും തട്ടിപ്പുമൊക്കെയാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ അനേകർ ചെയ്യുന്നൊരു കാര്യം തന്നെയാണത്. പക്ഷെ ഇന്നിപ്പോൾ ഒന്നുമില്ലാത്തവനായി ഒരു വനാന്തരത്തിൽ കല്ല് തലയണയായി വെച്ച് ഉറങ്ങുകയാണ്. ആ സമയത്ത് അവന് വേണ്ടി മാത്രം സ്വർഗം തുറക്കപ്പെട്ടു. താൻ കണ്ട സ്വപ്നത്തിൽ തുറന്ന സ്വർഗവും അതിൽ നിന്ന് തൻ്റെ അടുത്തേക്ക് വെച്ച ഒരു ഗോവണിയും, അതിലൂടെ ദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നതും കണ്ടു. ഒരു പാപിക്ക് വേണ്ടി സ്വർഗം തുറക്കപ്പെട്ടു. ആ സന്ദർഭത്തിൽ വലിയവനായ ദൈവം ഗോവണിയുടെ മുകളിൽ നിന്നുകൊണ്ട് അവനോട് വലിയ കാര്യങ്ങൾ അരുളി ചെയ്തു. ഭാവിയെപ്പറ്റി ഒരു നിശ്ചയവുമില്ലാത്ത അവസ്ഥയിലാണ് താനപ്പോൾ. പക്ഷേ ദൈവം അവനെ ഉറപ്പിച്ച് 7 വാഗ്ദത്തങ്ങൾ കൊടുക്കുന്നു. 1, നീ കിടക്കുന്ന ഭൂമിയെ ഞാൻ നിനക്കും നിന്റെ സന്തതിക്കും തരും. 2, നിന്റെ സന്തതി ഭൂമിയിലെ പൊടി പോലെയാകും. 3, നീ പടിഞ്ഞാറോട്ടും കിഴക്കോട്ടും തെക്കോട്ടും വടക്കോട്ടും പരക്കും. 4, നീ മുഖാന്തരവും നിന്റെ സന്തതി മുഖാന്തരവും ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. 5, ഇതാ ഞാൻ നിന്നോട് കൂടെയുണ്ട്. 6, നീ പോകുന്ന ഇടത്തൊക്കെയും നിന്നെ കാത്ത് ഈ രാജ്യത്തേക്ക് നിന്നെ മടക്കി വരുത്തും. 7, ഞാൻ നിന്നെ കൈവിടാതെ നിന്നോട് അരുളി ചെയ്തത് നിവർത്തിക്കും. യാക്കോബ് ജീവിതത്തിൽ ആഗ്രഹിച്ചതെല്ലാം ഈ വാഗ്ദത്തങ്ങളിൽ ഉൾക്കൊണ്ടിട്ടുണ്ട്. അതിനപ്പുറവും അവിടുന്ന് വാഗ്ദത്തം ചെയ്തു. സന്തതിയെക്കുറിച്ചും അതിലൂടെ സകല വംശങ്ങൾക്കും അനുഗ്രഹകാരണമായ യേശുക്രിസ്തുവിനെ കുറിച്ചും അതിൽ സൂചനയുണ്ട്. പക്ഷേ ശ്രേഷ്ഠമായതൊന്നും ഉൾക്കൊള്ളാനുള്ള കഴിവോ ഒരുക്കമോ ഒന്നും യാക്കോബിനില്ലായിരുന്നു. അവൻ തിരിച്ച് ദൈവത്തോട് പറയുന്നത് ഇങ്ങനെയാണ്: നീ എന്നോടുകൂടെ ഇരിക്കണം, ഞാൻ പോകുന്ന വഴിയിൽ എന്നെ കാക്കണം, ഭക്ഷിപ്പാൻ ആഹാരവും ധരിപ്പാൻ വസ്ത്രവും വേണം, എൻ്റെ അപ്പൻ്റെ വീട്ടിൽ സൗഖ്യത്തോടെ മടക്കി കൊണ്ടുവരണം. ഇവയെല്ലാം അവൻ ചോദിക്കുന്നതിന് മുൻപേ ദൈവം വാഗ്ദത്തം ചെയ്തതാണ്. അവൻ വീണ്ടും പറയുകയാണ്: എങ്കിൽ യഹോവ എനിക്ക് ദൈവമായിരിക്കും, നീ എനിക്ക് തരുന്ന സകലത്തിൽ ഞാൻ നിനക്ക് ദശാംശം തരും. അതായത് തൻ്റെ ആവശ്യങ്ങൾ സാധിപ്പിച്ചു തരുന്ന ഒരു ദൈവത്തെയാണ് തനിക്ക് വേണ്ടത്. നമ്മിൽ അനേകരും ഇങ്ങനെയുള്ള ദൈവത്തെയാണ് ആഗ്രഹിക്കുന്നത്. നമ്മുടെ ആഗ്രഹങ്ങൾ നിർബാധം സാധിപ്പിച്ചു തരുന്ന ദൈവം. അന്ന് ദൈവം നൽകിയ ശ്രേഷ്ഠമായ വാഗ്ദത്തങ്ങൾ ഏറ്റെടുക്കാനുള്ള ഉൾക്കാഴ്ച യാക്കോബിന് ഇല്ലാതെ പോയി.
അതുകൊണ്ട് എന്താണ് സംഭവിച്ചത്? അവിടെ വെച്ച് സൂര്യൻ അസ്തമിച്ചു. 28 അധ്യായം 11 വാക്യം. വീണ്ടും അവൻ്റെ ജീവിതത്തിൽ യഥാർത്ഥമായി സൂര്യൻ ഉദിച്ചത് ഏകദേശം 20 വർഷത്തിന് ശേഷമാണ്. 32 അധ്യായത്തിൻ്റെ 31 വാക്യം. പെനിയേലിൽ വെച്ച് ദൈവത്തെ മുഖാമുഖം കണ്ടപ്പോഴാണത്. സ്വർഗം തുറന്ന് ദൈവം തന്നോട് സംസാരിച്ചപ്പോൾ പൂർണ്ണ വിധേയത്വത്തോടെ ഏൽപ്പിച്ചിരുന്നെങ്കിൽ, അതായത് ദൈവവിളിയുടെ മഹത്വം തന്നെ അന്നേ ഉൾക്കൊണ്ടിരുന്നെങ്കിൽ, തൻ്റെ ജീവിതം പാടെ മാറിയേനെ. യാബോക്ക് കടവിൽ വെച്ച് നിവൃത്തിയില്ലാതെ വന്നപ്പോൾ ദൈവത്തെ മുറുകെ പിടിച്ച് അനുഗ്രഹം നേടിയെടുത്തു. താൻ യാക്കോബിൽ നിന്ന് ഇസ്രായേലായി മാറി. 20 വർഷം മുൻപ് തനിക്ക് ഇസ്രായേലായി മാറാമായിരുന്നു എങ്കിൽ പിന്നീടുണ്ടായ കുഴഞ്ഞ ജീവിതാനുഭവങ്ങളൊന്നും സംഭവിക്കത്തില്ലായിരുന്നു. പാപിക്ക് വേണ്ടി തുറന്ന സ്വർഗം ഇന്നും നമുക്ക് വേണ്ടി തുറന്നിരിക്കുകയാണ്. തമ്പുരാൻ മുൻകൈ എടുത്ത് നമ്മുടെ ഹൃദയത്തിൻ്റെ വാതിലിൽ മുട്ടിക്കൊണ്ടിരിക്കുകയാണ്. ആ സ്വരം കേൾപ്പാൻ നമുക്ക് മനസ്സുണ്ടോ എന്നതാണ് പ്രാധാന്യം. ഹൃദയം തുറന്നു കൊടുക്കാൻ ഒരുക്കമാണോ? എങ്കിൽ നമ്മൾ ധന്യരായി. നമ്മുടെ ജീവിതം പാടെ മാറും. വൈശിഷ്ടമേറിയ ഒരു ജീവിതത്തിൻ്റെ ഉടമയാകാൻ നമുക്ക് നിമിഷങ്ങൾ മതി. ഇത് ഗ്രഹിക്കാനും അനുഭവിക്കാനും സ്വാതന്ത്ര്യം പ്രാപിക്കാനും ദൈവം നമുക്ക് കൃപ തരട്ടെ. പുത്രൻ സ്വാതന്ത്ര്യം വരുത്തിയാൽ നമ്മൾ സാക്ഷാൽ സ്വതന്ത്രരാണ്. അപ്പോൾ ഒരു പാപിക്ക് വേണ്ടി തുറക്കപ്പെട്ട സ്വർഗം ഇവിടെ നമ്മൾ കാണുന്നു. ഒരു വർഷത്തിൻ്റെ അവസാന നിമിഷങ്ങളിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൻ്റെ യോഗ്യത നോക്കാതെ വണ്ണം ദൈവം തമ്പുരാൻ നമ്മെ വിളിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ആ വിളി തുടർന്നുകൊണ്ടേയിരിക്കും. നമ്മൾ ഏറ്റെടുക്കാൻ ദൈവം തയ്യാറാണ്. നമ്മൾ സമർപ്പിക്കുകയാണെങ്കിൽ ദൈവം തൻ്റെ കരങ്ങളിൽ നമ്മുടെ യോഗ്യതയും മാന്യതയും ഒന്നും നോക്കാതെ വണ്ണം എടുത്ത് ഉപയോഗിക്കും, യാക്കോബിനെ പോലെ. നമുക്ക് പ്രാർത്ഥിക്കാം. വിശ്വസ്തനായ വാഴ്ത്തപ്പെട്ട കർത്താവേ, സ്വർഗീയ പിതാവേ, മനോഹരമായ പുതിയ പ്രഭാതത്തിനായി സ്തോത്രം. കഴിഞ്ഞ രാത്രിയിൽ ലഭിച്ച നിദ്രയ്ക്കായും വിശ്രമത്തിനായും സ്തോത്രം. അവിടുത്തെ സന്നിധിയിലേക്ക് അടിയങ്ങൾ ചേർന്ന് വരുന്നു. ഒരു പാപിക്ക് വേണ്ടി സ്വർഗം തുറക്കപ്പെട്ടല്ലോ. ഞങ്ങളുടെയൊക്കെ ജീവിതത്തിൽ കർത്താവെ, ഒരു വർഷത്തിൻ്റെ അവസാന ദിനങ്ങളിലേക്ക് ഞങ്ങൾ വരുമ്പോൾ കഴിഞ്ഞൊരു വർഷം ലഭിച്ച നന്മകളെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി എത്രയോ തവണ അവിടുന്ന് ഇത്രയും മനോഹരമായ ദർശനങ്ങൾ നൽകി ഞങ്ങളുടെ ജീവിതത്തെ തിരിച്ചുപിടിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. എല്ലാറ്റിനും സ്തോത്രം. പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇങ്ങനെ തുറക്കപ്പെട്ട സ്വർഗത്തിൻ്റെ ദർശനം ഞങ്ങൾക്കും കാണുന്നതിനും കർത്താവെ സമർപ്പിതരാകുന്നതിനും സഹായിക്കണം. ഇന്നത്തെ പകൽക്കാല ജീവിതത്തിൽ കരുണയാലും കൃപയാലും വഴി നടത്തണമേ. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയും വിവാഹവാർഷികം ആഘോഷിക്കുന്നവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. ദൈവം തമ്പുരാന്റെ കരുതലും അവിടുത്തെ കൃപയും അവിടുത്തെ സാന്നിധ്യം അനുഭവിച്ച് പുതുവർഷത്തിൽ നന്മയോടെ ജീവിപ്പാൻ സഹായിക്കണമേ. യേശു മശിഹ മൂലം അടിയങ്ങൾ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ത്രിയേക ദൈവത്തിൻ്റെ അനുഗ്രഹവും കൃപയും കാവലും നാമെല്ലാവരോടും കൂടെ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.